എന്താ പറയുക ആട്ടിലെ അമ്മയും കൂടി ഇതൊക്കെ ചിലവായി കഴിഞ്ഞാലേ പിന്നെ ആട്ടാനും അരയ്ക്കാനും എനിക്ക് അവിടെ സംഭവിച്ചിരുന്നു. ചേച്ചി ഒന്നായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിജിക്ക് ചാലഞ്ച് കൊടുത്തിരിക്കുകയാണ് അത് കുടിക്കാൻ. ഒറ്റ വഴിക്ക് കുടിക്കട്ടെ ബിജി, എന്നാലേ വിജയിക്കുള്ളൂ. ഹായ്, നമസ്കാരം. വള്ളുവനാടൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെയിറ്റ് ലോസിൻ്റെ നമ്മുടെ ചാമ വെച്ചിട്ടൊരു ദോശയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കണ്ടോളൂ കേട്ടോ. വളരെ ഉപയോഗമുള്ളതാണ്, എല്ലാവരും കാണണം. ഇന്ന് നമ്മളെന്താ വന്നു വെച്ചാൽ ഇന്ന് നമ്മളൊരു ഹെൽത്തി ഓംലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയൊക്കെ നിങ്ങളതിൽ കണ്ടു നോക്കി നോക്കൂ. എന്തിനറിയാം, നമ്മൾ കുട്ടികൾക്കൊക്കെ നേരം വൈകിട്ട് ഇപ്പോൾ പൊതിച്ചോറുണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് മുരിങ്ങ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഒരു പ്രത്യേക എന്നാൽ ഒരു തോരനൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഓംലെറ്റ് കഴിച്ചാൽ നല്ലൊരു ഹെവിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അങ്ങനൊരു ഓംലെറ്റാണ് ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാധാ എല്ലാ വീടുകളിലും ഉണ്ടാവില്ല, റയറായ വീടുകളിലേ ഉള്ളൂ. അത് സത്യത്തിൽ വീട്ടിൽ മാത്രം ഉണ്ടാവുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് അതായത് ബിജിയാണെന്ന് ഇത് എൻ്റെ ഇൻട്രോ എടുക്കണം കേട്ടോ. അപ്പോൾ കണ്ണൻ അത് വന്ന് ശരിയാക്കുക, അതാണ് ഞാനൊന്ന് മിസ്സായത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ജ്യൂസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ബ്ലഡിലൊക്കെ കൗണ്ട്, അതായത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂട്ടുന്നത് നല്ലതാണ്. കാരണം വീട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ, എല്ലാ വീട്ടിലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിങ്ങനെ കഴിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ക്ഷീണത്തിനും ഭയങ്കര നല്ലതാണ് അതിൻ്റെ ഒരു ജ്യൂസ്. അതുകൊണ്ട് പിന്നെ ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കി നോക്കൂ. അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഉള്ളിയും പച്ചമുളകും കൂടി ചോപ്പറിലിട്ട് കുനുകുനാന്നിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളി വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചു, കുറച്ചുള്ളി, പച്ചമുളക്. ഞാൻ കുറച്ച് മുരിങ്ങ ഇട്ടിട്ട് അത് അടിച്ചു വെച്ചു കേട്ടോ. പക്ഷേ ആ മുരിങ്ങ ഇട്ട വീഡിയോ മിസ്സായി. അപ്പോൾ അതിൽ മുരിങ്ങ കുറച്ചുണ്ട്. ഞാനൊരു ഒരു പിടി പകുതി എടുത്തിട്ടുണ്ട്, ഒരു പിടിയുടെ. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടി അടിച്ചു ഒഴിക്കുകയാണ്. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളൊരു 2 മുട്ട ഇട്ടിരിക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിടാൻ പോവുകയാണ്. നല്ല സൂക്ഷിച്ച് മറിച്ചിടണം കേട്ടോ, കാരണം നല്ല കനം ഉണ്ടായിരിക്കും. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഓഫാക്കാം, കാരണം ഒരു മീഡിയത്തിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഇത് നല്ലൊരു പോഷക ഗുണമുള്ള ഒരു ഓംലെറ്റാണ്. എന്തിൻ്റെ കൂടെയും ചേരാം, ബ്രെഡിൻ്റെ കൂടെ വയ്ക്കാം, എന്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കണ്ടിത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ വീടുകളിലോ അയൽ വീടുകളിലൊക്കെ കിട്ടും. ഇത് വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനത് മുറിച്ചു. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവർ കുറേ തന്നെനിക്ക്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളിത് കാണിക്കായിരുന്നു എന്നൊക്കെ തോന്നിയത്. അപ്പോൾ ഇതൊന്നേ ഉള്ളൂ. പക്ഷേ ഒരെണ്ണം തന്നെ ഒരു 2 ആൾക്ക് കൊണ്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. എന്നാലേ ഇതാവുള്ളൂ. ഒരെണ്ണം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് ഒരെണ്ണം അല്ലെങ്കിൽ 2-3 ഒരുമിച്ച് ഒരു ജ്യൂസാക്കിയാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ചേ പാടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു 2 ജ്യൂസൊക്കെ അടിക്കാം. ഒരു 2 ഉണ്ടെങ്കിൽ 3 ജ്യൂസ് കറക്റ്റായിട്ട് അടിക്കാം. കണ്ടോ, അതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്. നമുക്കിതിനെ മിക്സിയിൽ, ഞാൻ കാണിക്കാൻ മറന്നു, നിങ്ങളെ കാണിക്കായിരുന്നു എനിക്ക് തോന്നി. ഞാൻ ഡെയിലി ഇതടിച്ചിട്ട് കൊണ്ടുപോട്ടോ, കടയിലേക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുടിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാനത് മിക്സിയിലിട്ടു. മധുരം നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. ഇനി ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തു അറിയോ, ശർക്കരയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് അടിച്ചു. ഇതിപ്പോൾ ഒരു 2 ജ്യൂസിനുണ്ടാവും. അപ്പോൾ ആ 2 ജ്യൂസിനുള്ള മധുരമാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, കാരണം ഇതൊരു പുളിയുള്ളതാണ്, അതുകൊണ്ട് മധുരം വേണം. അല്ല പുളിയാണ് ഇഷ്ടം അങ്ങനെ അടിച്ച് കുടിക്കാം. അപ്പോൾ ആ പാകത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഒരുപാട് ഒഴിച്ചാൽ അരയാൻ ബുദ്ധിമുട്ടും. അപ്പോൾ ഞാനതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ.
ഇപ്പം നമ്മളിത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മണം, നല്ല ടേസ്റ്റാട്ടോ. ഞങ്ങൾക്കിത് ആദ്യം അറിയില്ല. ഇവിടെ ഫാഷൻ ഫുഡൊന്നുമില്ല. ബിജി എപ്പോഴും കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും. അപ്പം അങ്ങനെ. അപ്പോൾ അവളാണ് എനിക്കിത് നന്നായി അടിച്ച് തരാറ്. അപ്പോൾ അതിങ്ങനെ കണ്ടോ, ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. എന്നാലും കണ്ടോ ജ്യൂസിന് നല്ലൊരു കൊഴുപ്പ് കണ്ടില്ലേ. അതാണ് 2 ജ്യൂസിനുള്ളത് ഉണ്ടാവും. ഒരെണ്ണം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. കുരുവൊക്കെ അരഞ്ഞത്. അപ്പം എൻ്റെ കുരുവാണ് വേണ്ടത്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ടോ, നല്ല കട്ടി ജ്യൂസാണ്. കട്ടിയല്ല, ജ്യൂസ് കുടിക്കാൻ കണ്ടോ. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഒരെണ്ണം കൊണ്ടാണോ ജ്യൂസ്? അല്ല, ഇത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും 2 എണ്ണം ഇട്ടിട്ടേ 3 ആൾക്ക് അടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്നാലാണത് ആ ഒരു പുളിയും മധുരമൊക്കെ കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ കൊഴുപ്പായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജ്യൂസ്. ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് പ്രാവശ്യം കിട്ടിയത് റെഡിഷ് കളറിലാണ്. യെല്ലോയിലും ഉണ്ടാവും. ഇത് കാണുമ്പോൾ കൊതിയാവണില്ലേ? ഇത് കഴിക്കാനുള്ളതല്ല കേട്ടോ, പക്ഷെ കഴിക്കുകയും ചെയ്യാം. ഇത്തിരി പഞ്ചസാര ഇട്ട് അടിച്ചിട്ട് ഇതുപോലെ വെച്ചാൽ കുട്ടികൾക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാം. ഇതാണ് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച പപ്പായ ഐസ് ക്യൂബുകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പായ ഇതൊന്ന് എടുത്തു. ഇതിനെ നന്നായി നല്ല സുഖം കേട്ടോ. ഇത് നമ്മുടെ ഐസ് ആക്കുന്ന പോലെയല്ല, ഒരു ക്രീമി സ്ട്രക്ചർ ഇതിലുണ്ടല്ലോ. അതുകൊണ്ട് വെറും ഒരു ഐസ് ക്യൂബ് ആക്കുന്ന ഒരു ഫീലല്ല കിട്ടുക. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാം. ഒരു കട്ടെടുത്ത് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് ഒരു ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ നന്നായി. ചിലപ്പോൾ നമുക്ക് എപ്പോഴും പപ്പായൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസറും ക്ലെൻസറും എല്ലാമാണ് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഇതൊരു 5 മിനിറ്റ് അങ്ങനെ വെക്കാം. എന്നിട്ട് വാഷ് ചെയ്യാം. ഇതെന്തിനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഉറക്കക്ഷീണം വന്നാൽ, പിന്നെ ഒന്ന് ഫ്രഷ് ഫീൽ കിട്ടണമെങ്കിൽ, പിന്നെ നമ്മൾ ഈ എവിടെയെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞ് പോയി ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന്, ഏത് യാത്രയാണെങ്കിലും ഒക്കെ കഴിഞ്ഞ് വന്ന് അതൊക്കെ ചെയ്യുമ്പോൾ വന്ന് ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ കണ്ടോ. ഇതൊരു ക്രീമി സ്ട്രക്ചർ കണ്ടില്ലേ, കാണാമല്ലേ? അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് വെറും ഒരു ഐസ് ക്യൂബ് ചെയ്യുന്ന പോലെയല്ല, ഒരു പഞ്ഞിക്കെട്ട് ഐസായിട്ട് പറ്റുന്ന ഒരിത്. അതുകൊണ്ട് ഇത് കുറച്ചായി കഴിഞ്ഞാൽ ഒരു സ്ക്രബിൻ്റെ ഫീലും കൂടി കിട്ടും. വെറുതെ ഇങ്ങനെ മാത്രമല്ല, ഒരു സ്ക്രബ് ഫീലും കൂടി നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഞാനിതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയും. അതൊന്നും കാണിക്കുന്നില്ല, കാരണം എനിക്ക് ഇങ്ങനത്തെ ഒന്നും പരിചയപ്പെടുത്താൻ അങ്ങനെ ഞാൻ ചെയ്യുന്നതിനോട് അത്ര അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ ആവശ്യങ്ങൾ ചിലത് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ചിലപ്പോൾ ആവശ്യമുള്ള ലൈഫ് സ്റ്റൈലിന് മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് മറ്റുള്ളവർക്ക് അത് അനാവശ്യമായിരിക്കാം, ചിലർക്ക് അത്യാവശ്യമായിരിക്കാം എന്ന് പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്ത് ഫ്രൂട്ട് ബേ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി മണിക്കുട്ടി ഇങ്ങനെ കയറ് പൊട്ടിച്ച് നിൽക്കുക, അങ്ങോട്ട് പോവാമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബിജിയൊക്കെ വന്നല്ലേ, അപ്പം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. നല്ല ബ്രാൻഡഡ് ഷോപ്പാണ്. കേരളത്തിൽ തന്നെ ആകെ 2 സ്ഥലത്തേ ഉള്ളൂ, പിന്നെ അത് ഒറ്റപ്പാലത്താണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലാൽ ജോസാണ് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സെലക്ട് ആയോ? എന്താ അങ്ങനെ അതാണ് ഇവിടുത്തെ സ്പെഷ്യല്. എന്താ ഫ്രൂട്ട് പേയുടെ നോക്കാം എങ്ങനെയുണ്ട്. കുറേ ദിവസമായി മണിക്കുട്ടി കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്.
അത് ബ്രാൻഡഡ് ഷോപ്പല്ലേ അല്ലേ എല്ലായിടത്തും? ബ്രാൻഡഡ് ഷോപ്പല്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലത്തുള്ള ഷോപ്പാണ്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തു. ആ, എല്ലായിടത്തും സെലിബ്രിറ്റീസാണ് ഉദ്ഘാടനം ചെയ്യല്ലേ? ഇവിടെ ജാൽ ജോസാണല്ലോ. ഇവിടെ ഉള്ള ആളെ എടുത്തു. വിജി എൻ്റെ അടപ്പ് പോയിട്ടിരിക്കുക, എൻ്റെ അടപ്പ് എറിച്ചിട്ടിരിക്കുക. ഇവിടെ എന്താ ഇവിടെ എനിക്ക് ആശല്യം കൂടി ഇതൊക്കെ ചിലവായി കഴിഞ്ഞാലേ പിന്നെ ആട്ടാനും അരയ്ക്കാനും എനിക്ക് അവിടെ സംഭവിക്കും. ചേച്ചി നന്നായിട്ട് പാത്രം കേൾക്കും. നമ്മുടെ ആട്ടാനും അരയ്ക്കാനൊന്നും ഇത്തിരി കോസ്റ്റ്ലിയാണ്. അല്ലേ? കുറച്ച് ഉണ്ടല്ലോ. ആരെല്ലാം ഫോട്ടോ എടുക്കലും കഴിഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങും, പിടിക്കാൻ തുടങ്ങും. ഇത് ഓറഞ്ചാ? മറ്റേ വേറെ സംഭവം ഐസില്ല. ഐസില്ലാത്താണോ? നമ്മുടെ വെറിയപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ കണ്ണാ, ഇത് കുറേ നേരം ഇവിടെ കൊടുത്തിട്ട് ഇത് ഇന്ന് കിട്ടുമോ? ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കാത്ത നമ്മളിത് കാണാത്ത സലാമ പറഞ്ഞ മാതിരി ഈ കാല് പിടിക്കൽ കഴിഞ്ഞിട്ടാ 2 വെറ്റ് കിട്ടുക പറഞ്ഞ മാതിരി ഇത് എപ്പോഴാ മക്കളത് കിട്ടും? കൊള്ളാമോ? ബ്ലൂബെറിയാണ്. എങ്ങനെയുണ്ട് വെറിയപ്പം? വെറിയപ്പ അതോ വെറിയപ്പോ? വെറുപ്പിക്കലല്ല അല്ലേ? ഓക്കെ, ഒറ്റ ഷോട്ടിന് കുടിക്കാനാണ് ചാലഞ്ച്. അത് നമുക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? ഒറ്റ ഷോട്ടിന് കുടിക്കണം. ആ, ഗ്രേപ്പ്. അത് ഇത് ഫ്രൂട്ട് ബേ ആണ്, നമ്മൾ പോകാറില്ല, മറ്റേതല്ല. എന്റെ മോനെ, ആ ഗ്ലാസ്സൊക്കെ വെക്കല് കണ്ട് അതിൽ ആരാ പ്രോ എന്ന് മനസ്സിലായില്ലേ? ആരാണ് ഇവിടെ മെയിന്? അമ്മ എവിടെയോ പോയിട്ട് പാർട്ടി നടക്കണ്ടല്ലേ?
കണ്ണാ കണ്ണാ എന്താ ഈ ജാതി കുടി? സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പൊ ബിജിക്ക് ചാലഞ്ച് കൊടുത്തിരിക്കുകയാണ് അത് കുടിക്കാൻ. ഒറ്റ വഴിക്ക് കുടിക്കണട്ടെ ബിജി, എന്നാലേ വിജയിക്കുള്ളൂ. ബിജു മേമ എളുപ്പമുള്ളതെടുത്ത് കുടിക്കണേ. മറ്റേ മുന്തിരി ജ്യൂസ് അങ്ങോട്ട് വല്ലാണ്ട് പറ്റിയിട്ടില്ല, ഇറങ്ങിപ്പോണില്ല. കണ്ണാ അതിലൊന്നും ഈ ജ്യൂസിലൊന്നും മധുരം ഇട്ടിട്ടില്ലല്ലോ. എന്തത്? പിന്നെ അതാണ് ഈ ഇതിന്റെ ഫ്രൂട്ട് ബേയുടെ പ്രത്യേകത. ഫ്രഷ് ജ്യൂസ് മക്കളെ, ഇതിൽ മധുരമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓക്കെ. അത് ശരി, പോവാ. ഹലോ, കൊള്ളാലോ. ആ കുഴപ്പമില്ല. നമ്മുടെ ഒറ്റപ്പാലത്ത് വന്നാൽ ഫ്രൂട്ട് ബേ കയറാൻ മറക്കരുത്. മറ്റേ ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് കേട്ടോ. ഇവിടെ ആവശ്യമായിരുന്നു, കാരണം ഇവിടെ ഒരു ബിരിയാണികളുടെ ലോകമാണ് ഈസ്റ്റ്. അത് കഴിഞ്ഞൊരു ഫ്രൂട്ട് കഴിക്കാൻ. ഈറ്റൊറ്റപ്പാലം ഈസ് തീറ്റൊറ്റപ്പാലം. കൊള്ളാം. ഈസ്റ്റ് ഒറ്റപ്പാലം നോൺ ആസ് ഈറ്റൊറ്റപ്പാലം. ഈറ്റൊറ്റപ്പാലം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.